ഒരു സ്ഥലത്ത് ഇങ്ങനെ വയലിന് പോയപ്പോ എന്നോട് വണ്ടിയിലിരുന്ന ഒരാൾ പറഞ്ഞു, ഉസ്താദേ, ഞാൻ എന്റെ ഭാര്യ 15 ദിവസം അടുപ്പിച്ചൊരു വയലിന് കൊണ്ടുപോയി ഉസ്താദ്. അവിടെ കർണാടകയിലൊക്കെ 15-20 ദിവസം ഉറൂസുകൾ നടക്കാറുണ്ട്. ഉസ്താദേ, ഞാൻ എന്റെ ഭാര്യയെ 15 ദിവസം ഞാൻ ഒരു ഉറൂസിന്റെ പ്രഭാഷണത്തിന് കൊണ്ടുപോയി ഉസ്താദേ. അവള് 16ാമത്തെ ദിവസം എന്നെ ഇട്ടിട്ട് പോയി ഉസ്താദേ. മഹീമ നൽകട്ടെ. 15 ദിവസം വയല് കേൾക്കാൻ പോയ പെണ്ണ് 16ാമത്തെ ദിവസം എന്നെ ഇട്ടിട്ട് പോയി ഉസ്താദേ. ഞാൻ ചോദിച്ചു, അതെന്താടാ കാരണം? അവൻ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് ചിരി വന്നുപോയി. മഹീമ നൽകട്ടെ. അവൻ പറഞ്ഞത് എന്താണെന്നറിയോ ഉസ്താദേ, ഇവളൊരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണ. ഇവള് ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണ. ഇപ്പൊ ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, ഇവിടെ വിവാഹം കഴിക്കാനിരിക്കണ ചെറുപ്പക്കാരുണ്ടെങ്കിൽ വിവാഹം ചെയ്യുമ്പോൾ കുഫൊക്കണം എന്ന് പറയും. അതെന്താ സംബന്ധം? അതെന്താ പറയണേ? നിങ്ങൾക്ക് പക്വതയുള്ള സമയത്ത് നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുമ്പോ നിങ്ങളുമായിട്ട് സാമ്പത്തികമാകുന്ന രീതിയിൽ തന്നെ യോജിച്ച പെണ്ണാകണം. അല്ല, ചില ആളുകളുണ്ട്, പൈസ ഒന്നും ഉണ്ടാകൂല, ചെറുപ്പക്കാർക്ക് പൈസ ഉണ്ടാകൂല, വലിയ പുളിക്കമ്പി പോയി പിടിക്കാറുണ്ട് അല്ലെ. ഓടെ വാപ്പാക്ക് 10 ബസ്, 10 ബെൻസ്, 10 ലോറി, ഇതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യും? സ്വത്ത് കണ്ടിട്ട് എന്ത് ചെയ്യും? ചില ആളുകൾ കൊണ്ട് കെട്ടാറുണ്ട്. അവസാനം പെണ്ണ് പറയും, എന്റെ വാപ്പ കാന ഉണ്ടായിരുന്നു, നിങ്ങളുടെ വാപ്പാക്ക് കുതിര പോലും ഇല്ല എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിലപ്പോൾ ആക്ഷേപിക്കാൻ സാധ്യതയുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ എന്നോട് ഇവൻ പറയും, ഉസ്താദേ, ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണിനെ ഉസ്താദെ കെട്ടിയത്. ഞാൻ ചോദിച്ചു, നിനക്ക് പൈസ ഉണ്ടോ? കുഴപ്പമില്ല ഉസ്താദെ, അത്യാവശ്യം വരുമാനമൊക്കെ എനിക്കുണ്ട്. ഉസ്താദേ, ഇവൾ എന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ഇവൾക്ക് ഞാൻ എല്ലാ ദിവസവും ഷവർമ മേടിച്ചു കൊടുക്കും. എന്താ പറഞ്ഞേ? ഷവർമ, ചിക്കൻ ടിക്ക, ചിക്കൻ ചില്ലി, ബീഫ്, മന്തി, ഇതെല്ലാം ഞാൻ മേടിച്ചു കൊടുക്കും ഉസ്താദേ. അങ്ങനെ 2 കൊല്ലം സന്തോഷത്തോടു കൂടി കടന്നുപോയി ഉസ്താദേ. അങ്ങനെയാണ് കോവിഡ് എന്ന മഹാമാരി കടന്നു വരുന്നത്. എന്താ പറഞ്ഞേ? അങ്ങനെയാണ് ഉസ്താദെ കോവിഡ് എന്ന മഹാമാരി കടന്നു വന്നത്. ഈ കോവിഡ് വന്നപ്പോൾ എന്റെ ജോലി നഷ്ടപ്പെട്ടു ഉസ്താദെ. ദിവസം കൊടുക്കുന്ന ഷവർമയും ചിക്കൻ ചില്ലിയും ചിക്കൻ ടിക്കയൊക്കെ നിന്ന് പോയി ഉസ്താദെ. ഷവായൊക്കെ കടയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്, മേടിക്കാൻ എന്റെ പൈസ ഇല്ല ഉസ്താദെ. ഇത് സ്ഥിരം ഞാൻ മേടിച്ചു കൊടുക്കാനപ്പോ ഓൾ എന്നെ ഇട്ടിട്ട് പോയി. ഇന്നലെ ഒരു സഹോദരൻ പറഞ്ഞതാ. അപ്പൊ ഞാൻ പറയണത്, ഭാര്യമാര് ഗർഭിണിയാകുന്ന സമയത്ത് എന്തും പറയും, ഇക്ക എനിക്ക് ആ കട മുഴുവനും വേണം, ആ ബെസ്റ്റ് വൺ എന്ന് പറയുന്ന മിനി മാർക്കറ്റ് മുഴുവനും വേണം. അപ്പൊ അവിടെ ചെന്നിട്ട് വില പറഞ്ഞിട്ട് വില മേടിച്ചുകൊണ്ട് പോകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പക്ഷേ ഗർഭിണി അല്ലാത്ത സമയത്ത് നമ്മളോട് നമ്മുടെ ഭാര്യ 1 കിലോ പഴം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇക്കാന്റെ പൈസ ഇല്ല. എന്താ പറയണേ? ഇക്കാന്റെ പൈസ ഇല്ല.